ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയിഞ്ചി അച്ചാറാണ്. മാങ്ങയിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ തോന്നും ഇതെന്താ അങ്ങനെയെന്ന്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിലായിട്ട് പറയുന്നത് കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ പോലെ ഇരിക്കും, കണ്ടില്ലേ, കാണുമ്പോൾ ഇഞ്ചിയാണെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ, ആ ഒരു മണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പച്ചമാങ്ങയില്ലേ, ആ ഒരു ഫ്ലേവറാണ് നമുക്ക് തോന്നുക. നമ്മളിപ്പോൾ അച്ചാറിട്ട് കഴിക്കുമ്പോൾ നമുക്കത് മാങ്ങച്ചാറിൽ തോന്നുള്ളൂ. അപ്പോൾ എവിടേക്കോ ചെറിയ പോലെ നമുക്ക് ഇഞ്ചി തോന്നും, ചെറിയതായിട്ട്, എന്നാലും നല്ല പോലെ തോന്നുന്നില്ല. കണ്ടോ, ഇതിൻ്റെ മണമൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പച്ചമാങ്ങയുടെ മണമാണ് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ തൊലി ചെത്തി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇഞ്ചിയാന്ന് തോന്നും. പക്ഷേ ബാക്കി എല്ലാതും പച്ചമാങ്ങയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഞാനിതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിൻ്റെ വലുപ്പത്തിൽ, എന്നാൽ തീരെ ചെറുതല്ല, ആ രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ടൈമിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എള്ളെണ്ണയില്ലേ, അതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഈ എണ്ണയിൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കായം, അതുപോലെ തന്നെ ഉലുവയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കായാണ് എടുക്കുന്നത്. കായം ഒരു ചെറിയ കഷ്ണമാണ് കായാണ് എടുക്കുന്നത്. അത് നല്ല പോലെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തി എടുക്കുമ്പോഴാണ് നമുക്ക് ഈ എണ്ണയിലിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റ് ഇങ്ങനെ മുരിഞ്ഞ് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത്. ചെറിയ കഷ്ണം കായാണ്. അപ്പോൾ അതിങ്ങനെ രണ്ട് സൈഡും മുരിച്ചെടുക്കാനായിട്ട് നോക്കാം. നല്ലപോലെ അമർത്തി കൊടുക്കുക. നമ്മളിങ്ങനെ ചട്ടാങ്കം വെച്ച് അമർത്തുമ്പോഴേ താഴാൻ പാടില്ല. ഇങ്ങനെ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പിശിമ്പിച്ചായിട്ടിരിക്കുന്നത്. നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ താഴില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് മുരിഞ്ഞു എന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഇത് മുരിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, കായം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടം കൊണ്ട് അമർത്തി കൊടുക്കുമ്പോൾ താഴണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കായം ഈ പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഉലുവ വറുത്തെടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ കടുകും വറുത്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതേ ഉലുവ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടാനായിട്ട് നിൽക്കൊന്നും വേണ്ട. ആ ഉലുവ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന നേരത്താണല്ലോ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഇട്ടിട്ട് 1 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും അവിടെ കണ്ടില്ലേ ഉലുവയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അല്ലാതെ കടുക് നമ്മൾ ഇട്ട് കൊടുത്തുള്ളത് മൊത്തം പൊട്ടാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അതിനിടയിൽ 1-2 മണി പൊട്ടിയാലും കുഴപ്പമൊന്നും ഇല്ലാതെ വെച്ചിട്ട് മൊത്തം പൊട്ടിക്കുന്നു വേണ്ട. ആ ഉലുവ ഒന്ന് മൂത്തരുന്ന തന്നെ കൊണ്ട് കടുക് ഒന്ന് ചൂടാവണം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഈ വറുത്ത് വെക്കണ ഈ കായും ഉലുവയൊക്കെ ഇല്ലേ, ഇതിന് ചൂടാന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ പൊടിച്ച് വെക്കണം കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ പാനിലല്ല ഞാൻ 1/4 കപ്പ് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ നല്ല പോലെ ചൂടായി വരണം. അപ്പോൾ നല്ല പോലെ ചൂടാക്കി എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ജസ്റ്റ് കണ്ട ഇതുപോലെ പുകയൊക്കെ വരുന്നത്. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പുകയൊക്കെ ഒന്ന് പോയി കിട്ടണം, എന്നാൽ എണ്ണ ചൂടും വേണം. അങ്ങനെ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയി വരട്ടെ, ഇത് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ എണ്ണ ചൂടുണ്ട്, കണ്ടില്ലേ, നേരത്തെ പുകയൊക്കെ ഉണ്ടായിരുന്നില്ല, ആ പുകയൊന്നുമില്ല. ഈ ടൈമിൽ ഞാനിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്താൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാൽ എണ്ണയ്ക്ക് ചൂടുണ്ട്, നല്ല പോലെ ചൂടുമില്ല. അപ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ എണ്ണയ്ക്ക് പൊടികൾ മൂക്കാനുള്ള ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോകും, അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് പോലും. അപ്പോൾ അതിലണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എണ്ണയാണ് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ ചൂട് ഒന്ന് ആറിയതിന് ശേഷം, നല്ല പോലെ ആറരുത്, ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം കണ്ടില്ലേ എണ്ണയിൽ നിന്ന് ആ പുകയൊക്കെ പോവില്ലേ, ആ പുക പോണത് മാറണം. അപ്പോൾ അതിന് ശേഷമാണ് പൊടികളിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ അച്ചാറിലൊന്നും പഞ്ചസാര ചേർക്കാറില്ല, പക്ഷെ നമ്മൾ ഈ മാങ്ങഞ്ചിക്ക് ഇച്ചിരി ചെറിയൊരു സ്വീറ്റ്നെസ്, നല്ല പോലെ പാടില്ല, നല്ല ചെറിയൊരു സ്വീറ്റ്നെസ് വേണം. അപ്പോൾ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക, പെർഫെക്റ്റ് ടേസ്റ്റ് എന്നൊക്കെ പറയില്ല, ആ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊപ്പം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അച്ചാറിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ മാങ്ങഞ്ചിയിലേക്ക് ആദ്യം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കായും ഉലുവയും കടുകൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് പൊടിച്ചിട്ടുള്ളത് കേട്ടോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടാറിന് ശേഷം അതുപോലെ പൊടിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആദ്യം ഈ വിനാഗിരി ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ വിനാഗിരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം ഏകദേശം നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് ഇത് മാങ്ങാഞ്ചി അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ഇത് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങാഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വിനാഗിരി, ഉപ്പ്, മുളക് പൊടി ഒക്കെ നല്ല പോലെ മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും മിനിമം ഇതിനെ എടുത്ത് വെക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിക്കല്ലോ കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്രേവി ഇല്ലേ, അതാണ് കൂടുതൽ ടേസ്റ്റ്. കഷ്ണത്തിലേക്ക് പിടിക്കാൻ സമയം എടുക്കുമല്ലോ. ഉപ്പും പുളിയും അതുപോലെ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടി ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ കഷ്ണത്തിലേക്കൊക്കെ കറക്റ്റ് പിടിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ മാങ്ങാഞ്ചി കിട്ടുന്ന സമയമൊക്കെയാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. ശരിക്കും ഈ അച്ചാർ കഴിക്കുമ്പോഴേ ശരിക്കും മാങ്ങച്ചാർ എന്ന് പറയുള്ളൂ, ഒരു മാങ്ങച്ചാറിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.